പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് പാലക്കാടുമായിട്ടുള്ള ബന്ധം ഒരു കൗതുക കഥ എന്ന് പറയാം. പാലക്കാട്ട് 1995 സ്വയം ഹംസം നമ്പൂതിരി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ ഓസ്ലോയിൽ നിന്ന് വന്നിരുന്നു. കഥകളി പഠിക്കാനാണ് അദ്ദേഹം എത്തിയത്. 1995 ഫെബ്രുവരി 4 സ്റ്റോക്ക്ഹോമിലെ നാടക സംവിധായകൻ ടോം ഫെർദോഫാക്ക് ആണ് ഓസ്ട്രോയെ ശ്രീകൃഷ്ണപുരത്തിന് പരിചയപ്പെടുത്തിയത്. പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്തിന് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്ട്രോ ആണ് ശ്രീകൃഷ്ണപുരത്ത് കഥകളി പഠിക്കാൻ അന്ന് എത്തിയത്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്ട്രോ ഓസ്ലോയിൽ അന്ന് നാടക സംവിധായകൻ ആയിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് കഥകളി ട്രൂപ്പൊക്കെ നടത്തുന്ന നാരായണൻ നമ്പൂതിരിയുടെ, അന്ന് നാരായണൻ നമ്പൂതിരിക്ക് 63 വയസ്സാണ്. നാരായണൻ നമ്പൂതിരിക്ക് ഓസ്ട്രോയെ പരിചയപ്പെടുത്തിയത് ഫിദോർ വോക്ക് എന്ന നാടക സംവിധായകനാണ്. 1970കളിൽ ഫിദോർ വോക്ക് ഇവിടെ ഈ കഥകളിയൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നു. നമ്പൂതിരിയുടെ ചേട്ടൻ ശ്രീകൃഷ്ണൻ ആണ് അദ്ദേഹത്തിനെ പാലക്കാട് എത്താൻ പ്രചോദിപ്പിച്ചത്. ശ്രീകൃഷ്ണൻ കഥകളിയുമൊക്കെയായി യൂറോപ്പിൽ ആ കാലത്ത് പോകുമായിരുന്നു. ശ്രീകൃഷ്ണന് കഥകളി ട്രൂപ്പ് ഉണ്ടായിരുന്നു താനും. അങ്ങനെയാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്ട്രോ പാലക്കാട്ട് എത്തിയത്. ഓസ്ട്രോ ഓസ്ലോയിൽ നാടകം പഠിപ്പിക്കുന്ന കാലത്ത് ഇന്ത്യൻ കലാരൂപങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഇന്ത്യൻ കലാരൂപങ്ങൾ ഇന്ത്യയിലെത്തി അത് ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവരിൽ നിന്ന് തന്നെ പഠിക്കണം, എന്നാലേ അത് ശരിയാവൂ എന്ന തോന്നൽ ഓസ്ട്രോയ്ക്കുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ കഥകളി പഠിക്കാനായിട്ട് പാലക്കാട്ട് ശ്രീകൃഷ്ണപുരത്തെത്തുന്നത്. നമ്മുടെ കലയും സംസ്കാരവും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അതിനെ ഓസ്ട്രോ സ്നേഹിച്ചു എന്ന് നാരായണൻ നമ്പൂതിരിയുടെ മകൻ റാം മോഹൻ ഓർക്കുന്നുണ്ട്. ഇരുവരും ഒന്നിച്ച്, റാം മോഹനും ഒന്നിച്ച് ധാരാളം യാത്രകൾ ഓസ്ട്രോ നടത്തിയിരുന്നു. നമ്മുടെ കലയെ ആരെങ്കിലും അവഹേളിച്ചാൽ ഓസ്ട്രോ ക്ഷുഭിതനാകും എന്നും റാം മോഹൻ ഓർക്കുന്നു. ഒരിക്കൽ ഈ കഥകളി നടന്മാർ മദ്യപിക്കുന്നത് കണ്ട് ഓസ്ട്രോ ക്ഷുഭിതനായ കാര്യവും രാംമോഹൻ ഓർക്കുന്നുണ്ട്. അത് ഒരു ഏറ്റുമുട്ടൽ വരെ എത്തി എന്നും കഥയുണ്ട്. കല്യാണ സൗഗന്ധികം കഥകളി ഓസ്ട്രോ ഒരിക്കൽ കണ്ടു. ഈ കല്യാണ സൗഗന്ധ്യം കഥകളി സ്വായത്തം ആക്കണമെന്നും അത് അരങ്ങിൽ അവതരിപ്പിക്കണമെന്നും ഓസ്ട്രോയ്ക്ക് തോന്നി. കല്യാണ സൗഗന്ധികം പഠിച്ചെടുക്കണമെങ്കിൽ 3 കൊല്ലമെടുക്കും എന്ന് നാരായണൻ നമ്പൂതിരി ഓസ്ട്രോയോട് പറഞ്ഞു. രാമായണവും ഗീതയും ഓസ്ട്രോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഭീമന്റെ വേഷം പെരുത്ത് ഇഷ്ടമായിരുന്നു എന്ന് നാരായണൻ നമ്പൂതിരി ഇന്ന് ഓർക്കുന്നുണ്ട്. നമ്പൂതിരി ഓസ്ട്രോയ്ക്ക് ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ കല്യാണ സൗഗന്ധികം കഥകളി പഠിക്കാനായിട്ട് ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഗുരുവായിട്ട് വന്നത് കലാമണ്ഡലം സോമനാണ്. അതിരാവിലെ എഴുന്നേൽക്കും, 1 മണിക്കൂർ ഓസ്ട്രോ ധ്യാനിക്കും. അത് കഴിഞ്ഞ് ചെറിയ ഒരു പ്രാതൽ, അത് കഴിഞ്ഞ് 6 മുതൽ 8 മണിക്കൂർ വരെ സോമനോടൊപ്പം കഥകളി പരിശീലിക്കും. അതായിരുന്നു ഓസ്ട്രോയുടെ രീതി. നമ്പൂതിരിയുടെ കുടുംബത്തോടൊപ്പം വൈകിട്ട് സംഗീത അവതരണങ്ങളും ഉണ്ടാവും. ഓസ്ലോയിൽ നിന്നുള്ള സംഗീതം, നോർവീജിയൻ സംഗീതം അവതരിപ്പിക്കും, ഗിറ്റാർ വായിക്കും. നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് മലയാളം പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് വൈകുന്നേരങ്ങൾ അവർ ആഘോഷിച്ചിരുന്നത്. ആ സമയത്താണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്ട്രോ സ്വയം അവകാശപ്പെട്ടിരുന്നത്, ഞാൻ ഹംസം നമ്പൂതിരിയാണ്. 3 മാസത്തിൻ്റെ ഉള്ളിൽ കല്യാണ സൗഗന്ധികം ഓസ്ട്രോ സ്വായത്തമാക്കി എന്നാണ് നാരായണൻ നമ്പൂതിരിയുടെ കുടുംബം ഓർക്കുന്നത്. മെയ് 28, അതായത് 1995 മെയ് 28 അരങ്ങേറ്റം നടന്നു.
അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണപുരത്തുള്ളവരെ വെച്ചൊരു കഥകളി സംഘം ഉണ്ടാക്കണമെന്ന് ഓസ്ട്രോ ആഗ്രഹിച്ചിരുന്നു. അവരെ യൂറോപ്പിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നും ആഗ്രഹിച്ചിരുന്നു. കൊച്ചിയിലൊരു സ്റ്റുഡിയോയിൽ വന്നിട്ട് ഓസ്ട്രോ കുറച്ച് കർണാടക സംഗീത കീർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഓസ്ലോയ്ക്ക് മടങ്ങുന്നതിന് മുമ്പ് കശ്മീരിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ ഓസ്ട്രോ പഹൽഗാമിലെത്തി. അത് 1995 അന്ന് പഹൽഗാമിലെത്തിയ ഓസ്ട്രോയെ 5 വിദേശ സഞ്ചാരികൾക്കൊപ്പം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ റാഞ്ചിക്കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓസ്ട്രോയുടെ തല അവർ അറുത്തു. ഓസ്ട്രോയുടെ നെഞ്ചത്ത് അവരുടെ ഭീകര സംഘടനയുടെ പേര് കൊത്തിവെച്ചു. അവർ അന്ന് കൊന്നത് ഓസ്ട്രോയെ മാത്രമല്ല, അവർ കൊന്നത് ഹംസം നമ്പൂതിരിയെ കൂടിയാണ്. അപ്പോൾ പഹൽഗാമിന് പഴയൊരു ചരിത്രമുണ്ട്. പഹൽഗാമിൽ പാലക്കാട്ട് നിന്ന് പോയ ഒരു കഥകളി നടൻ, ഇവിടെ നിന്ന് കഥകളി സ്വായത്തമാക്കിയ ഒരു നടനും അവിടെ പണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നാം ഇന്ത്യ ഇനി പാകിസ്ഥാനോട് പകവീട്ടുമ്പോൾ ഇത്തരം ധാരാളം ക്രൂരതകൾക്കുള്ള പകവീട്ടൽ കൂടിയായിരിക്കും അത്. ഹംസം നമ്പൂതിരിയെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.